ക്വസ്റ്റ്യൻ കോഡ് 49/2023 ഇന്ന് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ സർവേയർ ഗ്രേഡ് 2 ട്രേസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് മുൻപ് വീഡിയോകളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് ഗ്രേഡ് 3 എക്സാമിൻ്റെ ക്ലാസ്സുകൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ. അപ്പോൾ അതിനകത്ത് ഗ്രേഡ് 3 വരുന്ന ടോപ്പിക്സ്, സർവേയുടെ ടോപ്പിക്സും അതേപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ടോപ്പിക്ക്, സർവേയർ ഗ്രേഡ് 2 കോമൺ വരുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ പഴയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ വരുന്ന ടോപ്പിക്കുകൾ ഗ്രേഡ് 3 സ്പെഷ്യലായിട്ട് വരുന്ന ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് എസ്റ്റിമേഷൻ്റെ വീഡിയോ ചെയ്തു, വാല്യുവേഷൻ ചെയ്തു, കൂടാതെ ഫൗണ്ടേഷൻസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ടോപ്പിക്ക് മാക്സിമം സർവേയർ ഗ്രേഡ് 2 ക്ലാസ് ഫോളോ ചെയ്തവർക്കറിയാം, നമ്മൾ സിലബസും പ്രകാരമുള്ള 90% ടോപ്പിക്സും കവർ ചെയ്തിട്ടാണ് എക്സാമിനായിട്ട് പോയത്. കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്തിരുന്നു. അപ്പോൾ അത് ആ പഴയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഗ്രേഡ് 3 ക്ലാസ്സുകളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ അതിൽ ഉൾപ്പെടാത്ത ക്ലാസ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദി പ്രോസസ് ഓഫ് മേക്കിംഗ് എ നമ്പർ ഓഫ് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ഓൺ എ സർവേ ലൈൻ ജോയിനിങ് 2 സ്റ്റേഷൻസ് ഇൻ ദി ഫീൽഡ് ഈസ് കോൾഡ്. ഒരു ഫീൽഡിലുള്ള സ്റ്റേഷൻസിനിടയിൽ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ വിളിക്കുന്ന പേരാണ് റേഞ്ചിങ്. റേഞ്ചിങ് ആണ് പ്രോസസ് ഓഫ് മേക്കിംഗ് നമ്പർ ഓഫ് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ്, റേഞ്ചിങ്. രണ്ടാമത്തെ ചോദ്യം, വൈൽ ചെയിൻ സർവേയിങ് പേഴ്സൺ ഹു ഹോൾഡ്സ് ദി ഹാൻഡിൽ ഓഫ് ദി ചെയിൻ ഇൻ കോൺടാക്ട് വിത്ത് ദി പെഗ് അറ്റ് ദി ബിഗിനിങ് ഈസ് കോൾഡ് ഫോളോവർ. ചെയിൻ ക്യാരി ചെയ്യുന്ന, അതായത് ഹാൻഡിൽ ഫ്രണ്ട് പോർഷൻ ക്യാരി ചെയ്യുന്ന, ബിഗിനിങ് പോർഷൻ ക്യാരി ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഫോളോവർ. സ്റ്റെപ്പിംഗ് മെത്തേഡ് ടു മെഷർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലോപ്പ് ഡൗൺ ഹില്ലിലാണ് സ്റ്റെപ്പിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. നാലാമത്തെ ചോദ്യം, വൈൽ ചെയിനിങ് എ സ്ലോപ്പ് ദി ആരോ ഷുഡ് ബി പ്ലേസ്ഡ് ഫോർവേഡ് ഇൻ ദി ലൈൻ ബൈ ആൻ എമൗണ്ട് 100 × sec θ - 1. 100 × sec θ - 1. സാഗ് കറക്ഷൻ ഈസ് ഓൾവേസ് നെഗറ്റീവ് ആണ്. സാഗ് കറക്ഷൻ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ എന്നത് കോമ്പൻസേറ്റിംഗ് എറർ ആണ്. ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ ഈസ് കോമ്പൻസേറ്റിംഗ് എറർ. വർക്കിംഗ് എഡ്ജ് ഓഫ് അലിഡേഡ് ഈസ് കോൾഡ് ഫിഡൂസിയൽ എഡ്ജ്. വർക്കിംഗ് എഡ്ജ് ഓഫ് അലിഡേഡ് ഈസ് കോൾഡ് ഫിഡൂസിയൽ എഡ്ജ് ആണ്. ദി പ്രോസസ് ഓഫ് പുട്ടിംഗ് പ്ലെയിൻ ടേബിൾ to some fixed direction so that the line representing a certain direction on the plane parallel to the direction of ground is. ഈ ഒരു ചോദ്യം മുൻപത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് മുൻപത്തെ പരീക്ഷയ്ക്ക് സർവേയറുടെ പരീക്ഷയ്ക്ക് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ഓറിയൻറ്റേഷനാണ്. പാരലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ട്രയാങ്കിൾ ഓഫ് എറർ ഈസ് ഫോംഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ്. ലെഹ്മാൻസ് മെത്തേഡിലാണ് ട്രയാങ്കിൾ ഓഫ് എറർ ഫോം ചെയ്യുന്നത്. ദി കോമ്പസ് യൂസ്ഡ് ഫോർ ഓറിയൻറ്റേഷൻ ഓഫ് ദി പ്ലെയിൻ ടേബിൾ ഈസ്. പ്ലെയിൻ ടേബിളിൻ്റെ ഓറിയൻറ്റേഷൻ ഉപയോഗിക്കുന്ന കോമ്പസ് ആണ് ട്രഫ് കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത്. ദി പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദി പ്ലോട്ടഡ് പൊസിഷൻ ഓഫ് ദി സ്റ്റേഷൻ ഓക്യുപ്പൈഡ് ബൈ പ്ലെയിൻ ടേബിൾ ബൈ മീൻസ് ഓഫ് സൈഡ്സ് ടേക്കൺ ടുവേർഡ്സ് നോൺ പോയിൻറ്റ് ലൊക്കേഷൻ ഓഫ് വിച്ച് ഹാവ് ബീൻ പ്ലോട്ടഡ്. അതായത് പ്ലെയിൻ ടേബിൾ മെത്തേഡ്, പ്ലോട്ടഡ് പൊസിഷൻ, നമ്മൾ സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് റിസെക്ഷൻ ആണ്. റിസെക്ഷൻ. പ്ലംബിംഗ് ഫോർക്ക് ഈസ് യൂസ്ഡ് ഫോർ സെൻറ്ററിങ്. ഫോർക്ക് ഈസ് യൂസ്ഡ് ഫോർ സെൻറ്ററിങ് ആണ്. ഇൻ്റർസെക്ഷൻ മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ്. ഇൻ്റർസെക്ഷൻ മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രാഫിക് ട്രയാങ്കുലർ മെത്തേഡ്. പ്ലെയിൻ അലിഡേഡ് ഈസ് യൂസ്ഡ് ഫോർ സൈറ്റിംഗ്. ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ 189 ഡിഗ്രി 30 മിനിറ്റ് എങ്ങനെയായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്? 189 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുമ്പം സൗത്ത് വെസ്റ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ വരെ 180 ഡിഗ്രി, ബാക്കി വരുന്ന 9 ഡിഗ്രി 30 മിനിറ്റ് ആണ് വരുന്നത്. അപ്പോൾ സൗത്ത് 9 ഡിഗ്രി 30 മിനിറ്റ്, വെസ്റ്റ് എന്നാണ് കിട്ടുന്നത്. ലൈൻ കണക്റ്റിംഗ് പോയിൻറ്റ്സ് വിച്ച് ഡിക്ലിനേഷൻ ഈസ് 0 ആർ കോൾഡ് എഗോണിക് ലൈൻസ് ആണ്. ദി മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഈസ് സൗത്ത് 58 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. കാൽക്കുലേറ്റ് ട്രൂ ബിയറിംഗ് ഇഫ് ദി ഡിക്ലിനേഷൻ ഈസ് 6 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം സൗത്ത് 58 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് എന്ന് പറയുമ്പം അത് 180 നിന്നും മൈനസ് ചെയ്ത് ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ 121 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടും. 121 ഡിഗ്രി 30 മിനിറ്റ്.
എന്നിട്ട് ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഇവിടെ വെസ്റ്റ് ആയതുകൊണ്ട് മൈനസ് ഡിക്ലിനേഷനാണ് വരുന്നത്. അപ്പോൾ 121 ഡിഗ്രി 30 മിനിറ്റിൽ നിന്നും 6 ഡിഗ്രി 30 മിനിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് 115 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. 115 ഡിഗ്രി കിട്ടുന്നു. അത് നമ്മൾ തിരിച്ച് എന്തിലേക്ക് മാറ്റണം? ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ 180 നിന്ന് കുറയ്ക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് 65 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ സൗത്ത് 65 ഡിഗ്രി ഈസ്റ്റ് എന്നാണ് വരുന്നത്. സൗത്ത് 65 ഡിഗ്രി ഈസ്റ്റ്. എക്സ്റ്റെൻറ്റ് ഓഫ് ഡയോണൽ വേരിയേഷൻ 24 അവേഴ്സ് കൊണ്ടുണ്ടാകുന്ന വേരിയേഷനാണ് ഡയോണൽ വേരിയേഷൻ. അത് ലെസ് അറ്റ് ദി ഇക്വേറ്റർ ആൻഡ് ഗ്രേറ്റർ അറ്റ് ദി പോൾസ്. ഇക്വേറ്ററിൽ കുറവാണ്, പോൾസിൽ വളരെ കൂടുതലാണ്. അഗേറ്റ് ക്യാപ്പ് ഈസ് ഫിക്സഡ് വിത്ത് എ പ്രിസ്മാറ്റിക് കോമ്പസ്. പ്രിസ്മാറ്റിക് കോമ്പസിലാണ് അഗേറ്റ് ക്യാപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഗ്രാജുവേഷൻസ് ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് ഇൻവെർട്ടഡും ആണ്. അതേപോലെ തന്നെ റൺ ക്ലോക്ക് വൈസ് ഹാവിങ് 0 ഡിഗ്രി അറ്റ് സൗത്ത്. 0 ഡിഗ്രി സൗത്തിൽ വരുന്നത്. 1 and 4 ആണ് വരുന്നത്. If the forebearing of line AB is 85 degree and BC is 105 degree, then the included angle between the lines is. അതായത് AB 85 ഡിഗ്രി, ഇത് 85 ഡിഗ്രി. BC 105 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എത്ര? 105 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ആംഗിളാണ്, ഈ ഒരു ആംഗിൾ. അപ്പോൾ 180 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ 75 ഡിഗ്രി കിട്ടും. ഇത് 85 ആയതുകൊണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾ ഇതും 85 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 85 ഡിഗ്രി പ്ലസ് 75 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 85 ഡിഗ്രി പ്ലസ് 75 ഡിഗ്രി 160 ഡിഗ്രി എന്ന് വരും. ആൻസർ 160 ഡിഗ്രിയാണ്. 160 ഡിഗ്രി. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ലൈൻ എ ബി? എ ബിക്ക് ട്രൂ ആയിട്ട് വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ആൻഡ് ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഡിഫർ ബൈ 180 ഡിഗ്രി. ബി എന്ന് പറയത്തില്ല, എ ബി എന്ന് തന്നെയാണ് പറയുന്നത്. 23ാമത്തെ ചോദ്യം, ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് എ ലൈൻ ഈസ് നോൺ ആസ് അസിമത്ത്. അസിമത്ത് എന്നാണ് പറയുന്നത്. 24ാമത്തെ ചോദ്യം, ദി ആംഗിൾ മെയ്ഡ് ബൈ ദി ലൈൻസ് ഓഫ് ഫോഴ്സ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് മേക്സ് വിത്ത് ദി സർഫസ് ഓഫ് എർത്ത് ഈസ് കോൾഡ് ഡിപ്പ്. ദി ആംഗിൾ മെയ്ഡ് ബൈ ദി ലൈൻസ് ഓഫ് ഫോഴ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് മേക്സ് വിത്ത് ദി സർഫസ് ഓഫ് എർത്ത് ഈസ് കോൾഡ് ഡിപ്പ്. അത് ചിലപ്പോൾ വായിക്കുമ്പോൾ ഡൗട്ട് തോന്നിയേക്കാം ആ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം എനിക്ക് ആൻസർ തോന്നിയത് ഡിപ്പായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് കീ വരുന്നവരെ കറക്റ്റായിട്ടുള്ളതിന് വെയിറ്റ് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് കോണ്ടൂറിങ് ഈസ് മോസ്റ്റ് അഡ്വാൻറ്റേജസ് ഇൻ കേസ് ഓഫ് ഹില്ലി ഏരിയയിൽ? ട്രാക്യോമെട്രിക് മെത്തേഡാണ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ മോസ്റ്റ് ഇതായിട്ട് അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. ട്രാക്യോമെട്രിക് മെത്തേഡ്. Sensitiveness of a level tube can be increased by increasing diameter of the tube. Staff reading recorded as foresight 0.5 taken on a station. Reduced level 302.250. Reduced level of benchmark is 300. Calculate the value of backside is. നമുക്കറിയാം റെഡ്യൂസ് ലെവൽ അറ്റ് ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ട്. റെഡ്യൂസ് ലെവൽ അറ്റ് ബെഞ്ച് മാർക്ക് തന്നിരിക്കുന്നത് 300 എന്നാണ്. 300. അപ്പോൾ ബെഞ്ച് മാർക്കിൻ്റെ റെഡ്യൂസ് ലെവൽ 300. ബാക്ക് സൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം HI ഈസ് ഈക്വൽ ടു RL പ്ലസ് BS. HI ഈസ് ഈക്വൽ ടു RL പ്ലസ് BS. അപ്പോൾ 300 പ്ലസ് BS എന്ന് കിട്ടും. അതിനുശേഷം റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാനായിട്ട് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മൈനസ് എന്ത് ചെയ്യണം? ഫോർ സൈറ്റ് ചെയ്യണം. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുമ്പോൾ RL പ്ലസ് BS 300 പ്ലസ് BS മൈനസ് എത്രയാണ്? 0.5 ചെയ്യുമ്പോൾ നമുക്ക് ഈസ് ഈക്വൽ ടു 302.25 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിനുള്ളിൽ നിന്നും നമ്മൾ കണ്ടെത്തണം അല്ലേ? BS കിട്ടും. 300 മൈനസ് 0.5 ഈസ് ഈക്വൽ ടു, അപ്പോൾ മൈനസ് ഇപ്പോൾ ഒരു പ്ലസ് ആവും. 300 വന്ന് മൈനസ് ചെയ്യുകയും വേണം. അപ്പോൾ 7.25 എന്നാണ് 2.25 എന്നാണ് കിട്ടുന്നത്. 2.75 എന്നാണ് കിട്ടുന്നത്. അതായത് നമ്മൾ HI ഈസ് ഈക്വൽ ടു RL പ്ലസ് BS എന്നാണ്. RL എന്ന് പറയുന്നത് റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക്. അപ്പോൾ 300 പ്ലസ് BS എന്ന് എഴുതാം. 300 പ്ലസ് BS. നമ്മൾ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാനായിട്ട് HI മൈനസ് റെഡ്യൂസ് ലെവൽ ഈസ് ഈക്വൽ ടു HI മൈനസ് FS ആണ്. HI മൈനസ് FS. അപ്പോൾ HI ഇതാണ്, 300 പ്ലസ് BS ആണ്. അതിവിടെ ഇട്ട് കൊടുക്കുമ്പോൾ റെഡ്യൂസ് ലെവൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 302.25 ഈസ് ഈക്വൽ ടു HI 300 പ്ലസ് BS എന്ന് തന്നെ എഴുതുക. BS മൈനസ് FS എത്രയാണ്? 0.5. അപ്പോൾ മൈനസ് 0.5 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം.
അല്ലേ? ഈ 0.5 അപ്പുറം ചെല്ലുമ്പോൾ പ്ലസ് ആവും, 300 മൈനസ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതിൽ നിന്ന് 300 പോയി കഴിഞ്ഞാൽ 2.25 വരും. അതിൻ്റെ കൂടെ പ്ലസ് 0.5 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 2.75 വരും. അതാണ് 2.750 ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ അറ്റ് സ്റ്റേഷൻസ് ABCD. അപ്പോൾ അത് നമുക്കറിയാം, സ്റ്റാഫ് റീഡിങ് കൂടുന്നതിനനുസരിച്ച് സ്റ്റേഷൻ എന്തായിരിക്കും, താഴേക്കാണ് പോകുന്നത്. വലിയ വാല്യൂ ആണെങ്കിൽ ഡിപ്രഷൻസ് ആയിരിക്കും, ഹയർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ റൈസ് ചെയ്ത് നിൽക്കുന്ന ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എ ഈസ് ദി ഹയസ്റ്റ് സ്റ്റേഷൻ. എ ഈസ് ദി ഹയസ്റ്റ് സ്റ്റേഷൻ. എക്കാണ് ഏറ്റവും കുറവ് വാല്യൂ വന്നിരിക്കുന്നത്, എക്കാണ് 0.920. അപ്പോൾ എ ആണ് ഹയസ്റ്റ് സ്റ്റേഷൻ. നെക്സ്റ്റ് 29ാമത്തെ ചോദ്യം, ബാക്ക് സൈറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റെഡ്യൂസ് ലെവൽ തന്നിട്ടുണ്ട്. റെഡ്യൂസ് ലെവൽ ഓഫ് ക്യൂ വിച്ച് ഒബ്സർവ് സ്റ്റാഫ് റീഡിംഗ് ഈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ HI ഈസ് ഈക്വൽ ടു RL പ്ലസ് BS, 100 പ്ലസ് 1.655 വരുന്നു. അതിനുശേഷം നമ്മൾ എന്ത്, റെഡ്യൂസ് ലെവൽ ടു ക്യൂ ആണ്, ഒബ്സർവ്ഡ് റീഡിംഗ് തന്നിട്ടുണ്ട് 1.5. അപ്പോൾ എന്ത് ചെയ്യണം, RL ഈസ് ഈക്വൽ ടു HI മൈനസ് HI എന്ത് വരും, 101.655 മൈനസ് FS 1.5. ഇതിൽ നിന്ന് 1.5 കുറയ്ക്കാൻ നേരം 100.155 എന്നാണ് വരുന്നത്. 100.155. ഓപ്ഷൻ ബി ആണ് കിട്ടുന്നത്. 100.155. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, എ സ്റ്റാഫ് ഹെൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് 1400 meter ഫ്രം എ ലെവൽ. ദി റീഡിംഗ് ഓൺ ദി സ്റ്റാഫ് ഈസ് 3.693. ദി റീഡിംഗ് കറക്റ്റഡ് കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ കമ്പൈൻഡ്. കർവേച്ചറിൻ്റെയും റിഫ്രാക്ഷൻ്റെയും കമ്പൈൻഡ് കറക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും അത് കുറയുകയാണ് ചെയ്യുന്നത്. കറക്ഷൻ നെഗറ്റീവ് ആണ്, അത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3.693ക്കാട്ടിൽ കുറവ് വരുന്നത് 3.561 ആയിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് സെവറൽ കോണ്ടൂഴ്സ് കോയിൻസൈഡ് ചെയ്യുന്നത് വെർട്ടിക്കൽ ക്ലിഫിലാണ്, ക്രോസ് ചെയ്യുന്നതാണ് ഓവർഹാങ്ങിങ് ക്ലിഫിൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഫോർ ഇൻ്റർപൊളേഷൻ ഓഫ് കോണ്ടൂഴ്സ്. ഇൻ്റർപൊളേഷൻ മെത്തേഡ് അല്ലാത്തതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പോട്ട് ലെവലിംഗ് ആണ്. ഇതും സർവേയർ ഗ്രേഡ് 2 ചോദിച്ച ചോദ്യമാണ് അല്ലേ. നെക്സ്റ്റ്, ദി അഡ്വാൻറ്റേജസ് ഓഫ് റെസിപ്രോക്കൽ ലെവലിംഗ് ഈസ് ദാറ്റ്, രണ്ടും വരും. എലിമിനേറ്റ്സ് എറർ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ ആൻഡ് എലിമിനേറ്റ്സ് കൊളിമേഷൻ എറർ, രണ്ടും വരും. അതാണ് 33യുടെ ആൻസറായിട്ട് വരുന്നത്. 34, സിസ്റ്റം ഓഫ് ലെവലിംഗ് ചീഫ്ലി എംപ്ലോയിഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ബെഞ്ച് മാർക്സ് വിത്ത് ഹയർ പ്രിസിഷൻ. പ്രിസൈസ് ലെവലിംഗ് ആണ്. പ്രിസൈസ് ലെവലിംഗ്. ലേയിങ് ഓൺ ദി ഗ്രൗണ്ട് മെയിൻറ്റെയിനിങ് കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ, ഗ്രേഡ് കോണ്ടൂർ ആണ് വരുന്നത്. ലൈൻ ഓഫ് സൈറ്റ് മേ നോട്ട് ബി പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ് ഇൻ ദി കേസ് ഓഫ് ടിൽറ്റിംഗ് ലെവൽ. ടിൽറ്റിംഗ് ലെവലാണ് വരുന്നത്. വൈൽ ട്രാവേഴ്സിംഗ് ആൻറ്റി ക്ലോക്ക് വൈസ് വരുമ്പോഴത്തേക്കും തിയററ്റിക്കൽ സം ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 2n-4 × 90 ആണ്. 2n-4 × 90. ബോഡിച്ചസ് റൂൾ, ട്രാവേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് എറേഴ്സ് ഓഫ് ലീനിയർ മെഷർമെൻറ്റ്സ് ആർ പ്രൊപ്പോർഷണൽ ടു √L ആണ് വരുന്നത്. √L. 39, പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ബിറ്റ്വീൻ 2 end points യൂസിങ് തിയോഡിലേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ബാലൻസിങ് ഇൻ ആണ് വരുന്നത്. ബാലൻസിങ് ഇൻ. നെക്സ്റ്റ്, ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം GTS ബെഞ്ച് മാർക്കാണ്. GTS ബെഞ്ച് മാർക്ക്. പ്ലേറ്റ് ലെവൽ ടെസ്റ്റിനകത്ത് വെർട്ടിക്കൽ ആക്സിസ് ട്രൂലി വെർട്ടിക്കൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് സ്ക്രൂസ് ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫുഡ് സ്ക്രൂസ് ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് എറർ ഓഫ് സ്റ്റാഡിയ ട്രാവേഴ്സ് ഷുഡ് നോട്ട് എക്സീഡ് P 0.01 P ആണ്. സ്പൈർ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റ് ഫോർ അഡ്ജസ്റ്റിംഗ് ദി ഹൊറിസോണ്ടൽ ആക്സിസ്. ബോഡിച്ചസ് റൂൾ ഈസ് അപ്ലൈഡ് ടു ക്ലോസ്ഡ് ട്രാവേഴ്സ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്ലോസിംഗ് എറർ. നെക്സ്റ്റ്, മീൻ സീ ലെവൽ അറ്റ് എനി പ്ലേസ് ഈസ് ആവറേജ് ഡാറ്റം ഹവർലി ഹൈറ്റ് ഓഫ് ടൈഡ് ഒബ്സർവ്ഡ് ബൈ എ പീരീഡ് ഓഫ് നിയർലി 19 years ആണ്. 19 years. L is latitude, D is departure, closing error root of sigma L² plus sigma D² ആണ്. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് യൂസിങ് തിയോഡിലൈറ്റ് സർവേ? തിയോഡിലൈറ്റ് എന്ന് പറയുന്നത് പ്രൈമറി ടു മെഷർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് ആണ് വരുന്നത്. ടു മെഷർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്. നെക്സ്റ്റ് വരുന്നത്, ഇൻ എ തിയോഡിലൈറ്റ് ലൈൻ ഓഫ് കൊളിമേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ട്രണ്ണിയൻ ആക്സിസ്. നമ്മുടെ തിയോഡിലൈറ്റിൽ ലൈൻ ഓഫ് കൊളിമേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ട്രണ്ണിയൻ ആക്സിസ്. സൈസ് ഓഫ് തിയോഡിലൈറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ലോവർ പ്ലേറ്റ് ആണ്.
Tachyometric method is more suitable for method preparing contour map of a hill. Tachyometric method ഹില്ലിന് നേരത്തെ ഏറ്റവും സ്യൂട്ടബിൾ ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. ദി പ്രോസസ് ഓഫ് മെഷറിംഗ് ഡെപ്ത് ബിലോ ദി വാട്ടർ സർഫസ് ഈസ് കോൾഡ് സൗണ്ടിങ് ആണ്. വിച്ച് സർവേ ഈസ് യൂസ്ഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് മീൻ സീ ലെവൽ? ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. യൂസ് ഓഫ് ഫാത്തോമീറ്റർ ഓഷ്യൻ സൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ലൊക്കേറ്റിംഗ് സൗണ്ടിങ്സ് ക്രോസ് റോപ്പ്. ടാൻജൻഷ്യൽ മെത്തേഡ് ഓഫ് ടാക്യോമെട്രി ഈസ് സ്ലോവർ ദാൻ സ്റ്റാഡിയ ഹെയർ മെത്തേഡ്. വിച്ച് ഓഫ് ദി ഗിവൺ ബ്രാഞ്ചസ് ഓഫ് സർവേയിങ് ഈസ് യൂസ്ഡ് ടു measure horizontal and vertical distances without the use of chain and tape? Tachyometry. What is the reduced level of submarine surface in terms of adopted datum? Reduced sounding level നമ്മൾ പറയുന്ന പോലെ reduced sounding. Which survey is used for the determination of shore lines determine ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന സർവേ ആണ് ഹൈഡ്രോഗ്രാഫിക് സർവേ. ഡിസറബിൾ മൾട്ടിപ്ലൈയിങ് ആൻഡ് അഡിറ്റീവ് കോൺസ്റ്റൻറ്റ്. മൾട്ടിപ്ലൈയിങ് ആദ്യം, അഡിറ്റീവ് രണ്ടാമത്. 100 and 0. മൾട്ടിപ്ലൈയിങ് ആൻഡ് അഡിറ്റീവ് കോൺസ്റ്റൻസ് 100 and 0. ലെങ്ത് ഓഫ് ലോങ് കോഡ് ഫോർ എ സിമ്പിൾ സർക്കുലർ കർവ് ഈസ് ട്വൈസ് ദി മിഡ് ഓർഡിനേറ്റ് ആണ്. ട്രാൻസിഷൻ കർവ് ഈസ് എസെൻഷ്യലി യൂസ്ഡ് ടു അവോയ്ഡ് അബ്രപ്റ്റ് ചേഞ്ച് ഇൻ ദി റേഡിയസ് ഫ്രം എ സ്ട്രെയിറ്റ് ലൈൻ ടു ഫൈനൈറ്റ് റേഡിയസ് കർവ്. ഡിസൈനിങ് കർവ്സ് ബേസ്ഡ് ഓൺ ദി മാക്സിമം ഫ്രിക്ഷൻ മിനിമം റേഡിയസ് v²/μg ആണ്. v²/μ×g. ഐഡിയൽ ട്രാൻസിഷൻ കർവ് ക്ലോത്തോയിഡ് കർവാണ്. ഐഡിയൽ ട്രാൻസിഷൻ കർവ്. ഇൻ കേസ് ഓഫ് വെർട്ടിക്കൽ കർവ്സ് 3% പറയുവാണെങ്കിൽ 3 meter for every 100 meter ആണ്. ഇൻ കേസ് ഓഫ് വെർട്ടിക്കൽ കർവ്സ് ദി കർവ്സ് ആർ ജനറലി ഇൻ ദി ഫോം ഓഫ്, വെർട്ടിക്കൽ കർവ്സിൽ വരുന്നത് പാരാബോളിക് കർവുകളാണ്. പാരാബോളിക് കർവ്സ്. In case of vertical parabolic curves, the rate of change of gradient is constant. Compound curve has 2 or more simple circular curves at different radii. 2 or more simple circular curves of different radii. A reverse curve is one having 2 circular curves with centers on opposite directions. The term shift used in transition curve is the movement of circular curve inwards accommodate the transition curve. A smart station is total station with integrated GPS ആണ്. ഈ ടോട്ടൽ സ്റ്റേഷൻ വിത്ത് ഇൻ്റഗ്രേറ്റഡ് GPS മൊഡ്യൂളിനെയാണ് സ്മാർട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത്. റിമോട്ട് സെൻസിങ് കളക്ടിങ് ഇൻഫർമേഷൻ വിത്തൗട്ട് ബീയിങ് കോണ്ടാക്ട് വിത്ത് ദി ഒബ്ജക്ട്സ്. ഇൻ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് an internal energy source is used for remote sensing. Option A ആണ്. Scattering is the diffusion of radiation due to atmosphere. The position of a point can be located in GPS on receiving signals from at least three satellites ആണ്. Major requirement of GIS application need to manage spatially referenced data. Electromagnetic distance measurement EDM uses radiation frequencies from visible light to microwaves ആണ്. In GPS receivers are quartz clocks ആണ്. For closed towers of 4 sides the sum of exterior angles is 1080. Which of the following is not a contouring software package? AutoCAD. Length to height ratio of a closed field arrow is 3:1. Fillet command in AutoCAD creates rounded corners. AutoCAD status bar does not contain erase. To draw smooth curves of any nature, French curve ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Inclination of letters recommended by BS is 75 degree. Survey which is carried out for the construction of roads, parks, water supply systems, sewer and other constructional works for any developing townships is called city survey ആണ്. 1 acre is equal to 10 square chains ആണ്. 10 square chains. The survey in which curvature of earth is taken into account is called geodetic survey. The main principle of survey is to work from whole to part ആണ്. To obtain true measurements of lines on a map using a wrong scale, the following formula is RF of wrong scale divided by correct scale into measured length ആണ്. Engineer scale of drawing is 1 cm is equal to 4 meter. അപ്പോൾ 400 cm ആണ്. അപ്പോൾ 1:400 ആണ്. 1:400.
Vernier scale which extend to increase opposite direction main scales and smallest division of vernier is longer than the smallest division of main scale എന്ന് പറയുക retrograde vernier ആണ്. 1 nautical mile is equal to 1.852 kilometer. Plane surveys are considered up to an area of 260 square kilometer ആണ്. Graphical representation of features of earth surface or below the earth surface as projected on a horizontal plane എന്ന് പറയുന്നത് പ്ലാനാണ് സാധ്യത കൂടുതൽ. അത് ബിലോ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചില പ്ലാൻ വരാനാണ് സാധ്യത കൂടുതൽ. വെയിറ്റ് ഫോർ പ്രൊവിഷണൽ കീ. നെക്സ്റ്റ്, ദി ചെയിൻ ലൈൻ ജോയിനിങ് ടു സബ്സിഡറി സർവേ സ്റ്റേഷൻസ് ഈസ് കോൾഡ്. അത് ഏത് പേര് വേണമെങ്കിലും പറയാം. ഓക്സിലറി ലൈൻ, ടൈ ലൈൻ, ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. ഫീൽഡ് വർക്ക് ഓഫ് ചെയിൻ സർവേയിങ് ക്യാരിഡ് ഔട്ട് ഇൻ ഫോളോയിങ് സ്റ്റെപ്സ്. അത് വരുന്നത് റെക്കനൈസൻസ്, മാർക്കിംഗ് സ്റ്റേഷൻസ്, റണ്ണിങ് സർവേ ലൈൻസ്. ക്രോസ് സ്റ്റാഫ് സർവേ ഫീൽഡ് ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻ ടു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആൻഡ് ട്രപ്പിസോയിഡ്സ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആൻഡ് ട്രപ്പിസോയിഡ്സ്. ഈ ക്രോസ് സ്റ്റാഫ് സർവേ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസും വരാവുന്നതാണ്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം, പ്രൊഫഷണൽ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഫീൽഡ് ബുക്ക് സൈസ് ഈസ് 20/12 cm. ഇൻവർ ടൈപ്പ് ഈസ് മേഡപ്പ് ഓഫ് 36% ഓഫ് നിക്കൽ ആൻഡ് 64% ഓഫ് സ്റ്റീൽ. ബി ആണ്. 1 ലിങ്ക് ഓഫ് എഞ്ചിനീയേഴ്സ് ചെയിൻ ഈസ് 1 feet ആണ്. ഇത്രയുമാണ് ഇന്ന് നടന്ന 49/2023 ക്വസ്റ്റ്യൻ കോഡിൻ്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. താങ്ക് യു.